ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. നമ്മൾ സാധാരണ മാങ്ങ ഉപ്പിലിട്ടത്, നാരങ്ങ ഉപ്പിലിട്ടതൊക്കെ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി നാരങ്ങത്തോട് ഉപയോഗിച്ചിട്ടുള്ള ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിച്ച നാരങ്ങയുടെ തോട് കളയാതെ അതെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ നിറച്ച് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അങ്ങനെ എടുത്ത് വെച്ച നാരങ്ങത്തോടാണിത്. അതിനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നാരങ്ങത്തോടിൽ ഉപ്പ് ചേർത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ചത് കൊണ്ടാണ് ഈ കളറൊക്കെ നാരങ്ങത്തോടിൻ്റെ കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വെള്ളം ചേർത്ത് വറ്റിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാരങ്ങത്തോടിലെ വെള്ളമൊക്കെ വറ്റി നാരങ്ങത്തോടൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാരങ്ങത്തോടൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുപ്പിയിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറേ കാലം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് നല്ലപോലെ ഇതിലേക്കൊന്ന് ഇരടി കൊടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിലിപ്പോൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇരടി മിക്സാക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള ഈ നാരങ്ങത്തോട് ഉപ്പിലിട്ടത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇനി നാരങ്ങ യൂസ് ചെയ്ത് അതിൻ്റെ തോട് കളയാതെ സൂക്ഷിച്ച് ഇതുപോലെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.